ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്നത്തെ ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പത്രം മാത്രമല്ല, ഏതാണ്ട് 8ഓളം വ്യത്യസ്ത കറണ്ട് അഫയേഴ്സ് മെറ്റീരിയലിൽ നിന്നുള്ള കണ്ടന്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഹിന്ദുവിൽ നിന്നുള്ള കണ്ടന്റ് ഉണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്, PIB ഉണ്ട്, ഹിന്ദുസ്ഥാൻ ടൈംസ് ഉണ്ട്, ഒപ്പം പ്രമുഖ വെബ്സൈറ്റുകളുണ്ട്. ആദ്യമായി ഹിന്ദു ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് ഹിന്ദു എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് ദ ഡ്രോ ഓഫ് സ്പേസ് ആൻഡ് ന്യൂക്ലിയർ ടെക്നോളജീസ്, GS3 സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയലാണ്. ഇവിടെ ജെഫ് ബസോസും ഒപ്പം തന്നെ ബിൽ ഗേറ്റ്സ്, critical analysis of the new ventures of Jeff Bezos and Bill Gates, which is promised to strike a chord and benefit mankind. അപ്പോൾ അവര് സ്പേസ് രംഗത്ത്, ന്യൂക്ലിയർ ടെക്നോളജി രംഗത്തുള്ള അവരുടെ ഇടപെടലുകൾ അത് നമ്മെ എങ്ങനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ മാനവികതയ്ക്ക് അതെങ്ങനെയാണ് ഗുണം പകരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് വരിക. അപ്പൊ ഈ എഡിറ്റോറിയൽ അനലൈസ് ചെയ്യുമ്പോൾ ബില്യണേഴ്സ് രണ്ടുപേരും blast off into space and to launch their own nuclear reactor with an eye on the possibility of exporting fast breeder reactors to power hungry nations. അപ്പോൾ ഇവരുടെ ഒരു പോസിബിലിറ്റി അവർ നോക്കുന്നത് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് പവർ ഹംഗ്രി നേഷൻസിന് എങ്ങനെ കൊടുക്കാം, സ്പേസിൽ എങ്ങനെ അവരുടെ ഓൺ ന്യൂക്ലിയർ റിയാക്ടർ എങ്ങനെ ലോഞ്ച് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെയാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇതൊരു ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് വരുമ്പോൾ ഉള്ള പോസിറ്റീവും നെഗറ്റീവുമായ പ്രശ്നങ്ങളുണ്ട്. അവരുടെ വിഷനിൽ വരുന്നത് taking all heavy industry, all polluting industry and moving it into space and keep Earth as this beautiful gem of the planets that it is. അപ്പോൾ അവരുടെ ഒരു വിഷനിൽ വരുന്നത് ഈ ഹെവി ഇൻഡസ്ട്രീസ് ഒക്കെ സ്പേസിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രി സ്പേസിലേക്ക് മാറ്റുക, എർത്തിനെ ബ്യൂട്ടിഫുൾ ആയി നിലനിർത്തുക. ന്യൂക്ലിയർ പവറിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ക്ലീൻ എനർജി ലോകത്തിന് ആവശ്യമാണ്. അപ്പോൾ ആ മേഖലയിലേക്ക് ഇവിടെ കടന്നു ചെല്ലുക എന്നുള്ളത് ഇവര് ആ സാധ്യതകൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈവൻ ദോ ദ സേഫ്റ്റി ഓഫ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആൻഡ് ദ റിസ്ക് ഓഫ് പ്രൊലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ആർ എ ഗ്രോവിംഗ് കൺസേൺ, അത് ഒരു ഗ്രോവിംഗ് കൺസേൺ ആയിട്ട് വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ഒരു അറ്റോമിക് എനർജിയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെടുത്തി ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് വരുന്നത്. 2007-2008 കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്മിറ്റി ഓഫ് എമിനന്റ് പേഴ്സൺസ് അവര് ഫ്യൂച്ചർ ന്യൂക്ലിയർ പവർ ഇൻ 2020 ആൻഡ് ബിയോണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ ഒരു വലിയ പൊട്ടൻഷ്യൽ ഉണ്ട് ഡെവലപ്മെന്റ് നീഡ്സിൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ക്ലീൻ എനർജി, ഏറ്റവും ബെസ്റ്റ് ക്ലീൻ എനർജിയാണ് ന്യൂക്ലിയർ എനർജി എന്ന്. വേസ്റ്റ് അത് APJ അബ്ദുൽ കലാം ഒക്കെ ഇത് പലവട്ടം ഈ ഒരു വ്യൂ മുൻപോട്ടേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ എനർജി ഡിമാൻഡ്സ് കൂടുകയാണ്, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇഷ്യൂസ് മറ്റൊരു വശത്ത് നിൽക്കും. അപ്പൊ ന്യൂക്ലിയർ എനർജിയുടെ സാധ്യതകൾ തേടുന്നു എന്നുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എനർജി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കും, ക്ലൈമറ്റ് ചേഞ്ചിനെ സോൾവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഫുക്കോഷിമ ഡൈച്ചി ആക്സിഡന്റ് ജപ്പാനിൽ സംഭവിച്ചു 2011. എന്തായിരുന്നു ഈ ഫുക്കോഷിമ ഡൈച്ചിയിൽ സംഭവിച്ചു? അവിടെ ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ലീക്കേജ് ഉണ്ടായി. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ലീക്കേജ് ഉണ്ടാവുകയും ആ ഒരു സിറ്റുവേഷൻ കൺട്രോളിനപ്പുറത്തേക്ക് വ്യാപിക്കുകയും ചെയ്തു. അന്ന് ഫുക്കോഷിമ ഡൈച്ചി എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്. അവിടെ ഈ സംഭവിച്ച ദുരന്തം ജപ്പാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ദുരന്തങ്ങളിൽ ഒന്ന് കൂടിയായിരുന്നു. അപ്പൊ അതിനുശേഷം ന്യൂക്ലിയർ സേഫ്റ്റിയെ കുറിച്ച് ലോകം ചർച്ച ചെയ്തു തുടങ്ങി. അപ്പൊ ന്യൂക്ലിയർ ഇൻഡസ്ട്രി, റഷ്യ, ചൈന, ഇന്ത്യ, ഇവിടെ എല്ലാം തന്നെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ആണ്, എക്സെപ്റ്റ് ദീസ് കൺട്രീസ്. ഈ റഷ്യ, ചൈന, ഇന്ത്യ ഒക്കെ ഒഴിച്ചുള്ള രാജ്യങ്ങൾ. അപ്പൊ ഇന്ത്യയിലും പലപ്പോഴും ലയബിലിറ്റി ലോസ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും തന്നെ ഇമ്പോർട്ടഡ് റിയാക്ടേഴ്സ് നമുക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റിയാക്ടേഴ്സ്, അതിന്റെ എനർജി മിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. More than 50 nations which were knocking at the door of
International Atomic Energy Association for Nuclear Energy for Peaceful Purposes quietly withdraw their request. Nuclear energy സമാധാനപൂർണമായ ഉപയോഗത്തിന് ഉപയോഗിക്കണം എന്നുള്ളതിന് വേണ്ടി IAEAക്ക് റിക്വസ്റ്റ് കൊടുത്ത 50ഓളം രാജ്യങ്ങൾ അത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ സൂചിപ്പിക്കുക? ഒരുപക്ഷെ ന്യൂക്ലിയർ പവർ അത് പ്രൈവറ്റ് സെക്ടറിലേക്ക് കൂടി കടന്നു വരുന്നു എന്നുള്ളൊരു തലമാണ്. ജപ്പാൻ, ജർമ്മനിയൊക്കെ അവരുടെ റിയാക്ടേഴ്സ് പലതും റീഓപ്പൺ ചെയ്തു എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. കാരണം ഒരു ന്യൂക്ലിയർ വാർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ന്യൂക്ലിയർ എനർജി എന്നുള്ള ആശയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അത് റിലയബിൾ ആണ്, ക്ലീൻ ആണ്, സസ്റ്റൈനബിൾ സോഴ്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ബിൽ ഗേറ്റ്സിന്റെ പ്ലാൻ എന്താണ്? നാട്രിയം ഫസ്റ്റ് റിയാക്ടർ പ്രൊജക്റ്റ് ആണ്. അൺസർട്ടനിറ്റി കണ്ടിന്യൂ ചെയ്യപ്പെടുന്നു. ആന്റി ന്യൂക്ലിയർ ലോബി അത് ഒരു സൈഡിൽ അവര് മുഖ്യധാരയിൽ ശ്രദ്ധാകേന്ദ്രമാവുന്നു. ടെറാ പവർ ആ കമ്പനിയുടെ പേരാണ്, ബിൽ ഗേറ്റ്സിന്റെ. അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ഫണ്ടേഴ്സുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. നാട്രിയം ഫാസ്റ്റ് റിയാക്ടർ ഡെമോൺസ്ട്രേഷൻ പ്രൊജക്ട് അവിടെ വരികയാണ്. US Department of Energy will subsidize this project to the extent of 80 million. ഇപ്പോൾ എക്സ്പേർട്സ് പറഞ്ഞത് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് കറണ്ട് റിയാക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Revive America's nuclear industry and enable the United States to compete in an international market now dominated by China and Russia. അമേരിക്കയുടെ ആ ഒരു ന്യൂക്ലിയർ ഇൻഡസ്ട്രി റിവൈവ് ചെയ്യാൻ ഉള്ള ഒരു സാധ്യത കൂടി ഇതുവഴിയായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു പ്ലൂട്ടോണിയം പലപ്പോഴും നമുക്കറിയാം ഇവിടെയുള്ള ഒരു ചലഞ്ചസ് എന്തൊക്കെയാണ്? യുറേനിയവും ടു പ്ലൂട്ടോണിയം, അത് ബോംബ് നിർമ്മാണത്തിനൊക്കെ തന്നെ ഉപയോഗിക്കാം. പ്രത്യേകിച്ചും പ്ലൂട്ടോണിയം ഒക്കെ ന്യൂക്ലിയർ എക്സ്പ്ലോസീവ് ആണ്. അതൊരു ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച ചിലപ്പോ ഈ കൊമേഴ്സ്യൽ ചാനൽ വഴി ഇത് സെല് ചെയ്യുമ്പോൾ ഇത് അനർഹരായുടെ കൈകളിലെത്താം, ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിന്റെ ഒക്കെ കൈകളിലെത്തിയാൽ അത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാവുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഇന്ന് ഹിന്ദു ചർച്ച ചെയ്യുന്ന എഡിറ്റോറിയൽ. അപ്പൊ ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് ഇന്റർനാഷണൽ ഇൻസ്പെക്ഷന് അനുവദനീയമല്ല. അതിൽ is not subject to international inspections, is seen as capable of feeding the nuclear weapons capability of India എന്നുള്ളത് കൂടി അവര് മുൻപോട്ടേക്ക് വെക്കുന്നുണ്ട്. ഈ സ്പേസ് വെഞ്ചർ US-നെയും വേൾഡിനെയും സ്വാധീനിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ ബില്യണേഴ്സിന് അറിയാം എങ്ങനെ അവരുടെ ബില്യൺസ് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത്. ലോങ് ഓവർ ഡ്യൂ. GS2 പൊളിറ്റിയിൽ നിന്നുള്ള മറ്റൊരു വാർത്ത ഇന്ന് കാണുന്നു. ബാക്ക്വേർഡ് ക്ലാസ് സ്റ്റുഡൻസ് സീറ്റ്സ് ഇൻ സറണ്ടേർഡ് ബൈ സ്റ്റേറ്റ്സ് ടു ഓൾ ഇന്ത്യ കോട്ട ഇൻ മെഡിക്കൽ കോളേജസ് റൺ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് വാസ് ലോങ് ഓവർ ഡ്യൂ. ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് വിട്ടുകൊടുത്തിട്ടുള്ള സീറ്റ്സ് ഉണ്ട്. അപ്പൊ സെൻട്രയുടെ ഒരു ഡിസിഷൻ വന്നു. എന്താണ്? ബാക്ക്വേർഡ് ക്ലാസസിന് 27% റിസർവേഷൻ ഓൾ ഇന്ത്യ കോട്ടയിൽ നൽകാൻ പോവുകയാണ്. അതുപോലെ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് അവർക്കും 10% കോട്ട കൊടുക്കുന്നു. ധാരാളം സീറ്റിൽ മെഡിസിൻ സീറ്റിലേക്കൊക്കെ OBC കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും ഒപ്പം എക്കണോമിക് വീക്കർ സെക്ഷനിലുള്ള കുട്ടികൾക്കും കടന്നു വരുവാനുള്ള ഒരു സാധ്യത കൂടി ഇത് ഒരുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് ഇനിയിപ്പോ കടന്നു വരാൻ പോകുന്ന ഒരു പീരീഡ് സൈക്കിൾ ഓഫ് ലോ ഗ്രോത്ത് ആൻഡ് ഹയർ ഇൻഫ്ലേഷൻ എന്നുള്ളതാണ്. അപ്പോ ഗവൺമെന്റ് ഡസ് നോട്ട് നീഡ് ടു ഡു എനിത്തിങ് വിത്ത് ദ എക്കോണമി ആൻഡ് ദാറ്റ് ഇറ്റ് വിൽ റിവൈവ് ബൈ ഇറ്റ്സെൽഫ്. They call those who disagree with them doomsday merchants. This economist reasons that, like after the Great Depression, the economy rebounded worldwide, and so will it with us. The argument is fallacious on four accounts. First factor is demand. In the case of Great Depression, അവിടെ ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് ഉണ്ടായി. സെക്കൻഡ് വേൾഡ് ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായപ്പോൾ
ഒരു അതിന് പാരലായിട്ട് തന്നെ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഫലമായിട്ടുണ്ടായ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. US, which was largely spared of the destruction, its industrial capabilities could be used as supply base for the entire Allied effort. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ there is no war to create demand. അപ്പോൾ അന്നത്തെ ഗ്രേറ്റ് ഡിപ്രഷനിൽ നമ്മൾ രക്ഷപ്പെട്ടതിന് പിന്നിൽ വാർ ക്രിയേറ്റ് ചെയ്തൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. COVID-19 pandemic has resulted in a demand destruction. Demand destruction ആണ്, ഡിമാൻഡ് ഇപ്പോൾ ഇല്ല. This is because many jobs have been lost, and even where jobs were retained, there have been pay cuts ഉണ്ട്. Both of these trends were confirmed in the Center for Monitoring Indian Economy and other surveys. The only bright spot in this dismal scenario is that the Western world has spent a lot of money stimulating the economy. വെസ്റ്റേൺ വേൾഡ് ഗവൺമെന്റ്സ് ഒക്കെ ഒരുപാട് പൈസ എക്കോണമിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഇന്ത്യയിൽ ഈ വേൾഡ് മാർക്കറ്റിന്റെ ഒരു ഡിമാൻഡ് ക്യാപിറ്റലൈസ് ചെയ്യുവാൻ നമ്മുടെ IT സെക്ടറിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് മേഖലയിലേക്ക് വലിയൊരു പ്രശ്നം ഫ്രൈറ്റ് കോസ്റ്റ് കൂടുതലാണ്, കണ്ടെയ്നേഴ്സിന്റെ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്. അടുത്ത ഇന്ത്യ നേരിടാൻ പോകുന്നത് ലോ ഗ്രോത്തും അതുപോലെ തന്നെ ഒരു ഇൻഫ്ലേഷന്റെ പണപ്പെരുപ്പത്തിന്റെ ഒരു പോസിബിലിറ്റിയാണ്. വിലക്കയറ്റം പലയുടെ മേഖലകളിലും കടന്നു വരാം, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മൂന്നാമത്തേത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. Central bank, once he realizes that inflation is entrenched, is tightening liquidity and further pushing the cost of money. If this does not dampen inflation, repo rates will need to go up later this year or early next year. Tightening the money supply is a painful act that it will threaten to decimate what is left of our country. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒത്തിരി മണി സപ്ലൈ ടൈറ്റൻ ചെയ്തിട്ടും കാര്യമില്ല, അത് എക്കണോമിക് ആക്ടിവിറ്റിയെ ബാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ വന്നാൽ ഡിമാൻഡ് കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ലോണൊന്നും എടുക്കൂല, അത് GDP അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. മാത്രമല്ല ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം NPS, നോൺ പെർഫോമിംഗ് അസറ്റ്, കിട്ടാക്കടങ്ങൾ പെരുകുകയാണ്. ആളുകൾ കടമെടുക്കുന്നു, കടം തിരിച്ചടക്കുന്നില്ല, അതും വലിയൊരു പ്രശ്നമാണ്. ഫ്യൂവൽ പ്രൈസസിൽ വർധനമുണ്ടായിട്ട്. ഒപ്പം മിൻസ്കി മൂവ്മെന്റ് എന്ന് വെച്ചാൽ അസറ്റ് പ്രൈസസ് ഇടിയുകയാണ്. ഇപ്പൊ മാസ് പാനിക്. അപ്പൊ എന്താണ്, ലാൻഡിന്റെ അല്ലെ പ്രോപ്പർട്ടിയുടെ ഒക്കെ വില ഇടിയുന്നു, ഇതും സംഭവിക്കുന്നു. കഴിഞ്ഞ 18 മാസത്തിനിടയിൽ ധാരാളം ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊളാപ്സ് ചെയ്യപ്പെട്ടിട്ട്. അപ്പോൾ ഇതും നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു വസ്തുതയാണ്. ഇത്തരം കാര്യങ്ങൾ ഒക്കെ തന്നെ ചർച്ചയിൽ വരുന്നു. അത് ഹിന്ദുവിലുള്ള ഒരു വാർത്തയാണ്. അടുത്തൊരു വാർത്തയിലേക്ക് വരാം. How NEP can transform higher education in India. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ചുള്ളതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വാർത്ത നമ്മൾ കാണുന്നു. July 29, last year, Government of India announced the National Education Policy. ഒരു path breaking initiative ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. Solutions to problems rather than solutions looking for a problem എന്നുള്ളതാണ് ഇവിടുത്തെ കാഴ്ചപ്പാട്. അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 1000-ഓളം ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൽ 150 നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇന്ത്യ ടോട്ടൽ റിസർച്ച് ഔട്ട്പുട്ടിൽ 3rd പൊസിഷനിൽ വരുന്ന രാജ്യമാണ്. ഇന്ത്യ ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഒന്ന്, ലാക്കിംഗ് ഇന്നോവേഷൻ.
of three aspects: education, knowledge generation, and innovation. Indian higher education institutions have performed very well. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നോവേഷൻ ഇല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒന്നും വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതുപോലെ അവർക്കൊരു ഇന്റർനാഷണൽ ഡൈവേഴ്സിറ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇന്റർനാഷണൽ ഡൈവേഴ്സിറ്റി അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോ ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസി വരുമ്പോൾ ഒന്ന്, ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ കൾച്ചർ വരാനുള്ള ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നു. മാത്രമല്ല നമ്മളുടെ സ്കീം, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മൊത്തത്തിൽ പൊളിച്ചെഴുതുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടീച്ചിങ് പോസ്റ്റ് ഏതാണ്ട് 5925, പ്രൊഫസർ പോസ്റ്റ് 2183, അസോസിയേറ്റ് പ്രൊഫസർ പോസ്റ്റ് 2559. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഫില്ല് ചെയ്യപ്പെടുക? യങ് സ്റ്റുഡൻസ് don't find the teaching profession attractive, or the recruitment process is long and involves too many procedural formalities. അപ്പോൾ കൂടുതൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് പെർഫോമൻസ് ഓഫ് ടീച്ചേഴ്സ് അത് മറ്റൊരു ഇഷ്യൂ ആണ്. There is no mechanism for ensuring accountability. അപ്പൊ അത് മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുമ്പോൾ എംപ്ലോയബിൾ സ്കിൽസ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വർദ്ധിക്കും തീർച്ചയായിട്ടും. അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ഉള്ള മറ്റൊരു കാര്യം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രഡിറ്റേഷൻ വരികയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അക്രഡിറ്റേഷൻ അത് ഒരു നാഷണൽ ലെവലുള്ള ഒരു കോമ്പറ്റീഷന് വഴിതെളിക്കും. അതാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. Non-performance of UGC. UGC is over-regulated in areas where it needed to back off, such as admissions and funding, but was under-regulating where its interventions were most needed, such as ensuring if the quality standards were being met. Draft Higher Education Commission of India നിലവിൽ വരികയാണ്. അവരുടേതായ ചലഞ്ചസ്. അപ്പോൾ എഡ്യൂക്കേഷൻ മേഖലയിലെ പല ഇഷ്യൂസിനെയും സോൾവ് ചെയ്യാൻ സാധിക്കും. ഗോൾ ഓഫ് ഇൻക്രീസിംഗ് ദ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ GER അത് ഇപ്പോൾ 26%. അതായത് 50% വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ കൂടുതൽ ഗ്രേഡിംഗ് ഓട്ടോണമിയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോഴ്സസ് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ നിർത്തിപ്പോകുമ്പോൾ ഈ പുതിയ പോളിസി പ്രകാരം അറ്റ്ലീസ്റ്റ് 2 വർഷം സ്പെൻഡ് ചെയ്തു, അല്ലെ 3 വർഷം സ്പെൻഡ് ചെയ്തു, അവർക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തുമ്പോൾ ഡിപ്ലോമയൊക്കെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും വരുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ചില ഡയമെൻഷൻസ് ആണ്. പബ്ലിക് പോളിസീസ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പോ പലപ്പോഴും പല ബയാസ്ഡ് ആയിട്ടുള്ള പ്രജുഡൈസസ് അല്ലെ മുൻധാരണകളോട് കൂടിയ ബിഹേവിയർ ഒക്കെ മാറാനുള്ള സാധ്യത കൂടുകയാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയാണ് എങ്കിലും ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കമ്മീഷൻ നിലവിൽ വരുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റി വർദ്ധിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം 4 വർഷത്തെ ഗ്രാജുവേഷനാണ് എഡ്യൂക്കേഷൻ പോളിസിയിൽ മുൻപോട്ടേക്ക് വയ്ക്കുന്നത്. അതുപോലെ 10+2 എന്നുള്ള സിസ്റ്റം മാറുകയാണ്. ആ സിസ്റ്റം മാറി 5+3+3 എന്നുള്ള സിസ്റ്റത്തിലേക്ക് വരികയാണ്. 11 years + 4 years എന്നുള്ള ഒരു സിസ്റ്റം വരുന്നു. ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുസ്ഥാൻ ടൈംസും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പബ്ലിഷ് ചെയ്തു. RBIയുടെ മോണിറ്ററി പോളിസിനെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ കട്ടിംഗ് India's growth forecast will impact RBI's monetary policy. Monetary Policy Committee of the Reserve Bank of India will unveil its latest monetary policy review. പുതിയ മോണിറ്ററി പോളിസി ഒരു റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ RBI ഇവാലുവേറ്റ് ചെയ്യുന്ന ഒന്ന്, what is the outlook on economic growth, GDP? 2,
വാട്ട് ഈസ് ഔട്ട്ലുക്ക് ഓൺ റീറ്റെയിൽ ഇൻഫ്ലേഷൻ? രണ്ട് കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. ഹൗ ടു ബൂസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് ബൈ RBI. Boosting economic growth translate to reducing the interest rate of RBI charges to lend money to India's commercial banks. This rate is called the repo rate. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് RBI കടം കൊടുക്കുന്ന റേറ്റ് ആണ് റിപ്പോ റേറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിനെ ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വേണം എന്ന് തീരുമാനിക്കുന്നത് ഈ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോയും ഒക്കെയാണ്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് കുറച്ചുകൂടി ഈസി ആക്കുന്നു. ന്യൂ ലോൺസ് കൂടുതലായിട്ട് കടന്നു വരും. കട്ടുവരുമ്പോൾ അപ്പോൾ ഇൻട്രസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. കാര്യം ബാങ്കുകൾക്ക് RBI കൊടുക്കുന്ന റേറ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ബാങ്കുകൾ കൊടുക്കുന്ന റേറ്റും കുറയുമല്ലോ. അപ്പോൾ കൂടുതൽ മാർക്കറ്റിലേക്ക് മണി പമ്പ് ചെയ്യാൻ ഇടയാക്കും. അപ്പോൾ പക്ഷെ RBIയുടെ പുതിയ പോളിസീസ് ഇതിനെ അഫക്റ്റ് ചെയ്യാൻ IMFന്റെ ഒരു പ്രഡിക്ഷൻ പറഞ്ഞിരിക്കുന്നത്, ഗ്രോത്ത് ഫോർകാസ്റ്റ് പറഞ്ഞിരിക്കുന്ന അത് IMF 12.5% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്താണ്. പക്ഷെ അവരിപ്പോ പറഞ്ഞത് എത്തത്തില്ല, 9.5 എത്തത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും RBIയുടെ ഡിസിഷൻസിനെയും അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു വാർത്തയാണ്. റീഫോം ബേസ്ഡ് സ്കീം, പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് DISCOMs looking to avail funds under the government's 3.3 lakh crore reform based scheme for DISCOMs. അപ്പൊ അതിനുള്ള പ്രൊജക്ട് റിപ്പോർട്ടുകളൊക്കെ അവര് സബ്മിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉദയ് സ്കീം, ന്യൂ സ്കീം റീപ്ലേസസ് ദി ഉദയ് സ്കീം launched by government in November 2015 with the target of reducing AT&C losses to 15% of 23.9% in financial year 16 and bringing the ACS ARR gap to 0 from rupees 0.65 per unit. അപ്പോൾ ഈ സെക്ടറിലൊക്കെയുള്ള കൂടുതൽ റീഫോംസ് കടന്നു വരുന്നുണ്ട്. റിസൾട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള സ്കീംസ് ആണ് കൂടുതലായിട്ടും കടന്നു വരുന്നത്. പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും മറ്റുമായി ബന്ധപ്പെട്ടിട്ട് പവർ സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള സ്കീംസ് ഏതൊക്കെയാണ്? ഒന്ന് സൗഭാഗ്യ സ്കീമുണ്ട്. ഇത് ഇലക്ട്രിഫിക്കേഷൻ ആണ്, റൂറൽ ആസ് വെൽ ആസ് അർബൻ. പിന്നെ ഒരു സ്കീം ഉള്ളത് ഇന്റഗ്രേറ്റഡ് പവർ ഡെവലപ്മെന്റ് സ്കീമാണ്. അവിടെ സബ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ് അർബൻ ഏരിയാസിൽ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന ഉണ്ട്, അത് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ സ്കീമാണ്. ഗ്രാമീൺ വിദ്യുതീകരൺ ആപ്പ് ഉണ്ട്. ഈ ഇംപ്ലിമെന്റേഷനിൽ ഇലക്ട്രിഫിക്കേഷനിൽ അത് എത്രമാത്രം ട്രാൻസ്പെറൻസി ഉണ്ട് എന്നുള്ളതാണ്. ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന, ഇത് ഓപ്പറേഷണൽ ആൻഡ് ഫിനാൻഷ്യൽ ടേൺ അറൗണ്ട് ഡിസ്കോംസ് എന്നുള്ളതാണ്. 4E's എന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ഇലക്ട്രിസിറ്റി ഫോർ ഓൾ, എഫിഷ്യൻസി ടു എൻഷുർ അഫോർഡബിൾ ടാരിഫ്സ്, എൻവയോൺമെന്റ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പോലീസ് സ്റ്റേഷൻസ് മസ്റ്റ് ഡിസ്പ്ലേ ലീഗൽ എയ്ഡ് ഇൻഫോ, അത് പോലീസ് സ്റ്റേഷനിൽ ഉറപ്പായിട്ടും വെച്ചിരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അദ്ദേഹം ജസ്റ്റിസ് ലളിത്, എക്സിക്യൂട്ടീവ് ചെയർമാൻ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി, പോസ്റ്റേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് റൈറ്റ് ടു ലീഗൽ എയ്ഡ്, അവൈലബിലിറ്റി ഓഫ് ഫ്രീ ലീഗൽ സർവീസസ്, ഇതിനെക്കുറിച്ചുള്ള നോട്ടീസസ് പോലീസ് സ്റ്റേഷനിൽ ഉറപ്പായിട്ടും ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ഈ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ലീഗൽ സർവീസസ് ആക്ട് പ്രകാരം 87 ആക്ട് പ്രകാരം വന്നിട്ടുള്ള ഒരു ബോഡിയാണ്. ഇപ്പൊ വീക്കർ സെക്ഷൻസിനും അല്ലെങ്കിൽ ലോക് അദാലത്തൊക്കെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ബോഡിയാണ്. ജസ്റ്റിസ് ആർ നോട്ട് ഡിനൈഡ് ടു എനി സിറ്റിസൺസ് എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു വക്കീലില്ല എങ്കിൽ ഇവിടുന്ന് വക്കീലിനെ വെച്ച് തരും. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് ഇതിന്റെ പാട്രൺ എന്ന് മനസ്സിലാക്കുക. ലിമിറ്റ് ഇപ്പൊ ആനുവൽ ഇൻകം 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ഇതിൽ വരും. 2017-നും 2019-നും ഇടയ്ക്ക് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 24,000 കുട്ടികൾ സൂയിസൈഡ് ചെയ്തു. വലിയൊരു പ്രശ്നമാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നു. 14 വയസ്സിനും
18 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് ആത്മഹത്യ ചെയ്തവരിൽ ഏറെയും. ഇതിൽ 13,325 ഗേൾസും. ഈ ഡാറ്റ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ജനറൽ എസ്സേസും മറ്റുമൊക്കെ നിങ്ങൾക്ക് എഴുതുമ്പോൾ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. മധ്യപ്രദേശില്, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട് ഇവിടെയൊക്കെ ഉണ്ട് ധാരാളം കേസസ്. എക്സാമിനേഷൻ ആണ് 4046 പിള്ളേര് സൂസൈഡ് ചെയ്തെന്നുള്ള കാരണം. എക്സാമിനേഷന് ഫെയിലിയർ ആയി. മാരേജ് റിലേറ്റഡ് ഇഷ്യൂ 639 കേസുകൾ. 3315 കുട്ടികളെ ലവ് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തത്. ഇൽനസ് ആണ് 2567 കുട്ടികൾക്ക് റീസൺ ആയിട്ട്. ഫിസിക്കൽ അബ്യൂസ് 81 കുട്ടികളുടെ മരണത്തിന് കാരണം. അപ്പൊ ഡെത്ത് ഓഫ് ഡിയർ പേഴ്സൺസ്, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഈ എക്സാം സ്ട്രെസ് ഇതിനൊരു കാരണമാകുന്നു എന്നുള്ളത് അതൊന്നും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് സൂയിസൈഡ് നടക്കുന്നത് എൻട്രൻസുകളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ കോട്ടയിലാണ്. അപ്പോൾ അൺനെസസറി കോമ്പറ്റീഷൻ ഒരു വലിയൊരു പ്രശ്നമാണ്. ആളുകളെ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോമ്പറ്റീഷനും ഒക്കെ തന്നെ മാറ്റം വരേണ്ടതുണ്ട്. അടുത്തത് സിംപ്ലിഫൈഡ് പേറ്റന്റ് ആൻഡ് കോപ്പിറൈറ്റ് രജിസ്ട്രേഷൻ. സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ്. പേറ്റന്റ് രജിസ്ട്രേഷനും കോപ്പിറൈറ്റും അതിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതിന്റെ രജിസ്ട്രേഷൻ വളരെ സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നു. ട്രേഡ് മാർക്ക്, ട്രേഡ് സീക്രട്ട്, പേറ്റന്റ് ലോസ് എല്ലാം തന്നെ സിംപ്ലിഫൈ ചെയ്തിരിക്കും. ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ അതിന് ഒരു മാറ്റം വരികയാണ്. ഇൻക്ലൂഡിങ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഫീസ് സ്റ്റാർട്ടപ്സിന്റെ ഒക്കെ 80% കണ്ട് കുറച്ചിരിക്കുന്നു. കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റ്സ് ആണ് ഇത് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത്. പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന. ചിലത് ഇതേ കണ്ടന്റ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. നിങ്ങൾ ഈ വിശകലനത്തിന് ശേഷം ടെലിഗ്രാമിൽ പോയിട്ട് അബ്സല്യൂട്ട് IAS അക്കാഡമി എന്ന് അടിച്ചു കൊടുത്താൽ ചാനലിൽ കിട്ടും. ആ ചാനലിൽ ഈ ഷീറ്റ് നമുക്ക് നോക്കാവുന്നതാണ്. അശ്വഗന്ധയുടെ ക്ലിനിക്കൽ ട്രയൽസ് നടക്കുന്നു. സയൻസ് ആൻഡ് ടെക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആയുഷാണ് ഇത് നടത്തുന്നത്. അശ്വഗന്ധ നമുക്കറിയാം ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് എന്നുള്ളത് അറിയാം. അപ്പോൾ പോസിറ്റീവ് എഫക്ട്സ് COVID-19 കേസസിലൊക്കെ അശ്വഗന്ധയിൽ കണ്ടിരുന്നു. ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആയിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. സോ സക്സസ്ഫുൾ completion of the trial could be a major breakthrough and could give scientific validity to India's traditional medicinal system. അപ്പോൾ ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറയ്ക്കാൻ നല്ലതാണ്. മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ നല്ലതാണ്. അപ്പോൾ അശ്വഗന്ധ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ വിന്റർ ചെറി എന്നാണ് അറിയപ്പെടുന്നത്. സൊലൈനേസി എന്ന് പറയുന്ന ഫാമിലിയിൽ പെടുന്നതാണ്. ഗ്രേയിഷ് എവർഗ്രീൻ ഷോബേൺ, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ട്. ലീവ്സ്, റൂട്ട്, സ്റ്റെംസ് എല്ലാം തന്നെ മെഡിസിനൽ വാല്യൂ ഉണ്ട്. എപ്പിലെപ്സി, ഡിപ്രഷൻ, ആർത്രൈറ്റിസ്, ഡയബറ്റിക്സ്, അനാൽജസ്റ്റിക്, റിജുവിനേറ്റിംഗ്, റേറ്റിംഗ്, അതിനൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. എനർജി എലവേഷനും ഒക്കെ തന്നെ. അതുപോലെ ടു ലോവർ ഇൻഫ്ലമേഷൻ, ബ്ലഡ് ഷുഗർ ലെവൽസ്, അതിനും നല്ലതാണ്. അശ്വഗന്ധ എന്ന് പറയുന്ന ഈ ചെടി നല്ലതാണ്. സോ അതിനെക്കുറിച്ചുള്ള ഒരു ട്രയൽ നടക്കും. ഇ-റുപ്പി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയം ലോഞ്ച് ചെയ്താണ്. ഇലക്ട്രോണിക് വൗച്ചർ ബേസ്ഡ് ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റമാണ് ഇ-റുപ്പി എന്നറിയപ്പെടുന്നത്. നമുക്ക് ഡിജിറ്റൽ കറൻസി വരാൻ പോവുകയാണ് ഇന്ത്യക്ക്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI അവര് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസിന്റെ ഭാഗമായിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, നാഷണൽ ഹെൽത്ത് അതോറിറ്റി ഒക്കെ കൂടിച്ചേർന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സ്പെസിഫിക് പേയ്മെന്റ് സിസ്റ്റംസ് അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ക്യാഷ്ലെസ് കോണ്ടാക്ട്ലെസ് ഡിജിറ്റൽ പേയ്മെന്റ് മീഡിയമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ കറൻസിയുടെ ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പുതിയ ഡിജിറ്റൽ കറൻസി വരുന്നു, ക്രിപ്റ്റോ കറൻസീസ് വരുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. PIB ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യക്ക് വേണ്ടി ഡിജിറ്റൽ കറൻസി RBI പ്ലാൻ ചെയ്യുന്നുവോ? ഉണ്ട് എന്നാണ് അറിയുന്നത്. ഉടൻ തന്നെ വരും. ഇപ്പൊ ക്രിപ്റ്റോ കറൻസീസ് ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുക. അപ്പോ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് എന്ന് മനസ്സിലാക്കുക. ലോകത്ത് ചില രാജ്യങ്ങളൊക്കെ ഓൾറെഡി അവരുടെ ഒഫീഷ്യൽ ഡിജിറ്റൽ കറൻസീസ് കൊണ്ടുവന്നു കഴിഞ്ഞു. ചൈനയും അവരുടെ ഡിജിറ്റൽ കറൻസി കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോയിട്ട് വാർത്തകളൊന്ന് വായിക്കാൻ ശ്രമിക്കുക. Benefit beyond pandemic. Human respiratory system is highly efficient oxygenation system with a large surface area and surplus capacity. Lung damaging chronic lung diseases ഒക്കെ കോമൺ ആയിട്ട് സംഭവിച്ചു. മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ അത്തരം ഡിസീസസ് ഒരു പരിധിവരെ നമുക്ക് റെസ്പിറേറ്ററി ഡിസീസസ് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഏതാണ്ട് 7 കോടി ട്യൂബർക്കുലോസിസ് കേസസ് ആനുവലി ഇന്ത്യയിലുണ്ട്. ലോകത്തെ TB ക്യാപിറ്റൽ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതും ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ്. അപ്പൊ അത്തരം കേസസ് ഒക്കെ കുറയും ഈ കണ്ടിന്യൂസ് ആയിട്ട് മാസ്കും ഒക്കെ ധരിക്കുന്നത് കൊണ്ട്. ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. 10% അഡൽട്ട് എബോവ് ഏജ് 40 ഡയബറ്റിക്സ് കാണുന്നു. ഡയബറ്റിക്സും TB ഒരു ഡെഡ്ലി കോമ്പിനേഷൻ. അത് ആയിരക്കണക്കിന് ആളുകളെ ഇന്ത്യയിൽ ബാധിക്കുന്നു. ഇപ്പൊ TB ഇൻ ഡയബറ്റിക്സ് അത് കുറയാൻ ഈ മാസ്കിങ് സഹായിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ഒക്യുപേഷണൽ ഹസാർഡ്സ് ഉണ്ടല്ലോ, ആസ്ബറ്റോസിസ്, കാർബൺ, സിലിക്ക, ആ ശ്വസനം കുറയാനും പാസീവ് സ്മോക്കിങ്ങിന്റെ പ്രശ്നം കുറയാനും മാസ്ക് ഉപയോഗിക്കുന്നത് സഹായകരമാണ്. പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. ഒരു ഡെത്ത് സിമെട്രി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിന്റെ രജിസ്ട്രേഷൻ നടക്കുകയാണ്. പോർച്ചുഗീസുകാരുടെ ഡിക്ലൈനിന് ശേഷം വെസ്റ്റേൺ ബാങ്ക് ഓഫ് ദ റിവർ ഹൂബ്ലി അത് ഡച്ച് ഓക്യുപ്പൈ ചെയ്തു. 2 നൂറ്റാണ്ടോളം അവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 1825 ഡച്ച് കമ്മീഷണർ BCD ബോമൻ സറണ്ടേഡ് Chinusura, the British, to the British government. And most of the monumental architecture of the Dutch was destroyed. സിമിത്തേരി അവിടെ ഡച്ച് ആർക്കിടെക്ചറിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ അവർ വന്ന ക്രൊണോളജിക്കൽ ഓർഡർ പഠിക്കുക. ആദ്യം ഇന്ത്യയിൽ ആരാണ് വന്നത്, രണ്ടാമത് ആരാണ്, കൃത്യമായിട്ട് പഠിക്കും. യൂണിഫോം ടൈമിന് വേണ്ടി സാറ്റലൈറ്റ് ബാക്ക്ഡ് ക്ലോക്സ് റെയിൽവേ ഡിപ്ലോയ് ചെയ്യും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ക്ലോക്സ് ടു സിങ്ക് ഓപ്പറേഷൻസ്. എല്ലാ ടൈം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നമുക്ക് സാധിക്കും. What is Nauka? The module Russia sent to International Space Station. Russia's uncrewed Nauka laboratory module docked with the International Space Station. After docking, the ISS was thrown off balance briefly when Nauka's thrusters fired inward. അപ്പോൾ റഷ്യയുടെ അൺക്രൂവ്ഡ് ലബോറട്ടറി മോഡ്യൂളാണ് നൗക എന്ന് അറിയപ്പെട്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ISS it is a path-breaking collaborative effort between 5 participating space agencies.
നാസ ഉണ്ട്, റോസ്കോസ്മസ് ഉണ്ട് റഷ്യയുടെ, ജാക്സ ഉണ്ട് ജപ്പാന്റെ, ഈസ ഉണ്ട് യൂറോപ്പിന്റെ, കാനഡയുടെ CSA ആണ്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ശ്രീലങ്ക തീരുമാനിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കാണുന്നത്. ചൈനയുമായിട്ടൊക്കെ അടുത്തിരുന്നു അടുത്ത കാലത്ത് ശ്രീലങ്ക. പക്ഷെ വീണ്ടും അവര് ഇന്ത്യയുമായിട്ട് അടുക്കുന്നു. വെസ്റ്റേൺ കണ്ടെയ്നർ ടെർമിനൽ പ്രൊജക്ട്, അതാദ്യം ഒരു ഈസ്റ്റേൺ കണ്ടെയ്നർ ടെർമിനൽ പ്രൊജക്ട് ക്യാൻസൽ ചെയ്ത് വെസ്റ്റേൺ കണ്ടെയ്നർ ടെർമിനൽ പ്രൊജക്ട് നമുക്ക് തരികയുണ്ടായി. ടിങ്കോമാലി ഓയിൽ ടാങ്ക് ഫാം, ഇങ്ങനെയൊക്കെയുള്ള പ്രിന്റിംഗ് പ്രൊജക്ട്സ് ഉണ്ട്. അത് സ്പീഡപ്പ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. അതുപോലെ റീജിയണൽ ടൈസ്, ശ്രീലങ്കൻ കാത്തലിക് പിൽഗ്രിംസ് ടു വേളാങ്കണ്ണി ട്രൈബ്, ഈ രീതിയിൽ. അതുപോലെ ബുദ്ധിസ്റ്റ് ഹിന്ദു സ്കോളേഴ്സിന്റെ എക്സ്ചേഞ്ച്, ഇതൊക്കെ വഴിയായിട്ട് റിലേഷൻഷിപ്പ് ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നു. ബുദ്ധിസ്റ്റ് എക്സ്ചേഞ്ച് വഴിയായിട്ട്. ഇന്ത്യ ശ്രീലങ്ക റിലേഷന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നമ്മുടെ ചാനലിൽ വായിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്ത്യ ഈസ് ഓൾ സെറ്റ് ടു UN Security Council presidency term. India's month-long presidency of the United Nations Security Council begins. It is set to bring focus to its 3 priorities. നമ്മൾ മാരിടൈം സെക്യൂരിറ്റി, കൗണ്ടർ ടെററിസം, പീസ് കീപ്പിംഗ്, ഇതിൽ 3ലും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മാരിടൈം സെക്യൂരിറ്റി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടു ടാക്കിൾ മാരിടൈം ക്രൈം ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് ആൻഡ് കൗണ്ടർ ടെററിസം, it is seeking to enhance coordination between UN and the Financial Action Task Force, the money laundering and terror financing watchdog, as well as address the linkages between the terror and transnational crime. Peacekeeping is another important area. India is looking into that. Improve situational awareness for peacekeepers. അതുപോലെ അഫ്ഗാനിസ്ഥാൻ, ഇസ്രായേൽ, പലസ്തീൻ, സിറിയ, ലിബിയ, ഇറാഖ്, ഇതിലൊക്കെ ഒരു ഡിസ്കഷനിലേക്ക് വരണം എന്നുള്ളതുമാണ് മുൻപോട്ടേക്ക് വെക്കുന്ന ഒരു കാഴ്ച. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ഈ 2 ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളത്. വാർത്തകളും വിശകലനങ്ങളും അവസാനിക്കുന്നില്ല. വി വിൽ കണ്ടിന്യൂ ദിസ്. പുതിയ ബാച്ച് അബ്സല്യൂട്ടിൽ സെപ്റ്റംബർ മാസം ആരംഭിക്കുന്നു. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഡിഗ്രി വിത്ത് സിവിൽ സർവീസ് പ്രോഗ്രാമിലേക്കും അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പം മെയിൻസ് ആൻസർ റൈറ്റിംഗ് സീരീസ് ആരംഭിക്കുന്നു. മലയാളം ഓപ്ഷണൽ പുതിയ ബാച്ചും സെപ്റ്റംബറിൽ ആരംഭിക്കുന്നു. ഈ ബാച്ചുകളിലേക്കൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസ.